ഹായ് ഹലോ വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. എൻ്റെ പൊന്നോ, ഞാൻ തോറ്റു തുന്നം പാടിയിരിക്കുക കേട്ടോ. എനിക്കിനി വയ്യ. വീഡിയോ എടുക്കാനോ ഇത്ര പാടില്ല, എഡിറ്റ് ചെയ്യാൻ ഒട്ടും പാടില്ല. പക്ഷെ വോയിസ് ഓവർ കൊടുക്കുന്ന കാര്യത്തിൽ ഇത്രയും വലിയ ടാസ്ക്കാണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ ഈ വർഷങ്ങളായിട്ടുള്ള യൂട്യൂബേഴ്സിനെയൊക്കെ സമ്മതിക്കണം അല്ലേ. നമ്മുടെ ഇഷ്ടപ്പെട്ട കുറേ യൂട്യൂബേഴ്സ് ഉണ്ടല്ലോ, അവർ ഈ വായിക്കകത്ത് കിടന്ന് വളവളവളവളന്ന് മുത്ത് പോലെ സംസാരിക്കണമൊക്കെ കൊതിയാകുവേ. അതൊക്കെ കേട്ടിട്ടാണ് തുടങ്ങിയേ. പക്ഷേ ഇല്ല, നമ്മളെ കൊണ്ട് പറ്റിയ പണിയല്ല. എന്നാലും ഒന്ന് ശ്രമിച്ച് നോക്കാം. പാളിച്ചകളൊക്കെ അങ്ങ് ക്ഷമിച്ച് കൂടെ കൂട്ടിയേക്കുക. ഓക്കെ. അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുത്ത് ഇതിപ്പോൾ ഏകദേശം ഒരു 10-20 തവണയാണ് ഞാനിത് വോയിസ് ഓവർ കൊടുക്കണേ. വോയിസ് ഓവർ കൊടുക്കും, എന്തെങ്കിലും പാളിച്ചകൾ വരും, കട്ട് ചെയ്യും, വീണ്ടും കൊടുക്കും, കട്ട് ചെയ്യും. അങ്ങനെ കുറേ പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഒരു പ്രാവശ്യം ചെയ്ത് ഓക്കെ ആയി വന്നപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ എന്താണോ പോയത്, എവിടെയാണോ പോയത്, എന്താണോ വാങ്ങിയത്, എന്തിനാണ് വാങ്ങിയത് പറഞ്ഞ് അതിനുള്ള വിശദീകരണം കൊടുക്കാൻ തുടങ്ങി. അത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി, ഞാനിങ്ങനെ ചെയ്തതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. ഞാൻ അവിടെ പോയി, ഞാൻ ഇവിടെ പോയി, ഞാൻ അത് വാങ്ങി, ഇത് വാങ്ങി എന്ന് കേൾക്കുമ്പോൾ ഇതൊക്കെ എന്തിനാണ് ഞങ്ങൾ അറിഞ്ഞിട്ടെന്ന് ചിന്തിക്കുമല്ലേ. അപ്പോൾ ഈ വീഡിയോയിലൂടെ എനിക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് തരാൻ പറ്റണ്ടേ? അറ്റ്ലീസ്റ്റ് കുറച്ച് സപ്പോർട്ടെങ്കിലും തരാൻ പറ്റണ്ടേ? അപ്പം ഞാൻ വിചാരിച്ചു, എന്താ കുറച്ച് ക്യാഷ്വലായിട്ട് സംസാരിക്കാമെന്ന്. നമുക്ക് ജീവിതത്തിൽ കൊച്ചു കൊച്ചു സന്തോഷങ്ങളൊക്കെ ഉണ്ടാകുള്ളൂ അല്ലേ. ഇപ്പോൾ വീട്ടമ്മമാരായിട്ട് ഒതുങ്ങിക്കൂടിയ കുറേ ആൾക്കാരുണ്ടാകും. ഞാൻ അങ്ങനെ ഒരാളാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മക്കളുടെ കാര്യങ്ങൾ നോക്കാതെ വേറെ ഒരു വഴിയില്ല. മക്കൾ എന്നൊരു കാര്യം നമ്മുടെ കൈകളിൽ ഇരിക്കുമ്പോൾ അവർക്ക് വേണ്ടിയിട്ട് മാത്രമേ നമുക്ക് സമയം ചെലവഴിക്കാനുള്ളൂ. അപ്പോൾ അവരെ മാറ്റി നിർത്തി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ആകെ ചെയ്യാൻ പറ്റിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൽ നിന്ന് സന്തോഷം കണ്ടെത്തുക എന്ന് മാത്രം. അപ്പോൾ നമ്മൾ അവരുടെ സ്കൂളിലെ പ്രോഗ്രാം, അല്ലെങ്കിൽ ഒരു ഓണം, ഒരു ക്രിസ്മസ് അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി ഡ്രസ്സ് എടുക്കാൻ പോകും, നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് ആക്സസറീസ് വാങ്ങാൻ പോകും, ചിലപ്പോൾ സ്കൂൾ തുറക്കാൻ ഷോപ്പ് ചെയ്യാൻ പോകും. അങ്ങനെയൊക്കെ പോകുമ്പോഴാണ് നമുക്കൊരു സമാധാനം. നമ്മൾ ചിലപ്പോൾ എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ നല്ല ഉൾപ്രദേശത്താണ് കേട്ടോ. ഇവിടെ നിന്ന് ഏകദേശം 25 കിലോമീറ്റർ അപ്പുറത്താണ് ഒരു ടൗണ് തന്നെ ഉള്ളത്. നമ്മൾ ടൗണിലേക്ക് ഇറങ്ങുമ്പോഴാണ് നാട്ടിൽ പുതിയ കാര്യങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത്, പുതിയ കാര്യങ്ങൾ എന്തൊക്കെയാണ് നടക്കുന്നത്, പുതിയ ട്രെൻഡുകൾ എന്തൊക്കെയാണ്, ഡ്രസ്സിങ് രീതികൾ എന്തൊക്കെയാണ്, ആക്സസറീസ് എന്തൊക്കെയാണ്, അറ്റ്ലീസ്റ്റ് ഇപ്പോഴത്തെ ഫുഡുകളടക്കം എക്സ്പ്ലോർ ചെയ്യണത് നമ്മളങ്ങനെ ടൗണുകളിൽ പോകുമ്പോഴാണ്. അങ്ങനെയാണ് ഇപ്പം ഞാനും എൻ്റെ ഈ ഒരു 4 വർഷത്തിന് ശേഷം ഒരു ടൗൺ എക്സ്പ്ലോർ ചെയ്യാൻ ഇതേപോലെ ചെറിയ ചെറിയ സാഹചര്യങ്ങളിലാണ് എനിക്ക് സാധിക്കാറുള്ളത്. അപ്പോൾ അങ്ങനെ പോകുമ്പോഴാണ് പുറത്ത് പോയിട്ട് നന്നായി ഫുഡ് കഴിക്കുക, എന്താ കൊച്ചിനൊക്കെ വേണ്ട മോഡൽ ഡ്രസ്സ് എടുക്കുക, അവർക്ക് വേണ്ട ആക്സസറീസ് വാങ്ങുക, അങ്ങനെ നമ്മുടെ സന്തോഷങ്ങൾ കണ്ടെത്തുന്നത്. അപ്പോൾ നമ്മുടെ സന്തോഷം നമ്മുടേതാണ്. അതിന് വേണ്ടിയിട്ട് 1% എഫേർട്ട് ഇടേണ്ടത്, 1%അല്ല, ആരും നമ്മുടെ സന്തോഷത്തിന് വേണ്ടി എഫേർട്ട് ഇടില്ല. എല്ലാവരും അവനവൻ്റേതായ ലൈഫിൽ ബിസി ആയിരിക്കും. മക്കളെ കൊണ്ട് നമ്മളെ സന്തോഷിപ്പിക്കാൻ, കുഞ്ഞു മക്കൾക്ക് എന്താ പഠിക്കുക, മാർക്ക് മേടിക്കുക, വല്ല ട്രോഫിയോ മെഡലൊക്കെ മേടിക്കുമ്പോൾ ഇങ്ങനെ അത് ഇന്ന ആളുടെ മകളാണ് കേട്ടോ എന്ന് പറയുമ്പോൾ ആ ഒരു സന്തോഷം. അതിനപ്പുറത്തേക്ക് അവരെ ഒരുക്കി നല്ല സുന്ദരന്മാരാക്കി മറ്റുള്ളവരുടെ മുമ്പിൽ ഇതാക്കുമ്പോൾ ആ കൊച്ചിനെ കാണാൻ നല്ല ഇതുണ്ട് കേട്ടോ, നല്ല നല്ല ഡ്രസ്സ് കേട്ടോ, നല്ല ചെരുപ്പ് കേട്ടോ എന്നൊക്കെ മറ്റുള്ളവർ പറയണ കേൾക്കുമ്പോൾ അതൊരു സന്തോഷം. പിന്നെ അതിലപ്പുറത്തേക്ക് നമുക്ക് കിട്ടാനുള്ള സന്തോഷം അവരിൽ നിന്നൊന്നും നമുക്ക് കിട്ടാനില്ല. അതിന് ഭാവിയിലേക്കുള്ള കാര്യങ്ങളാണ്. അപ്പം നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത് നമ്മൾ തന്നെ കണ്ടെത്തണം. അപ്പം നമുക്ക് കിട്ടുന്ന കുറച്ച് സമയമൊക്കെ നമുക്ക് നമ്മുടെ സന്തോഷത്തിന് വേണ്ടി മാറ്റി വെക്കാം. അപ്പോൾ ഇതേപോലെ യാത്രകളൊക്കെ പോകുമ്പോൾ അതൊക്കെ അതിൽ നമുക്ക് കിട്ടുന്ന കൊച്ചു കൊച്ചു സമയങ്ങളിലൊക്കെ നമ്മൾ ഇതേപോലെ സന്തോഷങ്ങളൊക്കെ കണ്ടുപിടിക്കുക. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് പാളിപ്പോവുകയാണ് എൻ്റെ വായിൽ നിന്ന്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ക്ഷമിക്കുക. ഇനിയും നമുക്ക് ബെറ്ററായി വരാം.